അപ്പൊ നമ്മളെ ടാങ്കിലെ വെള്ളം നല്ല തിളച്ച് കിടക്കുകയാണ്. അപ്പൊ അത് നമ്മ യൂസ് ചെയ്യാൻ എടുക്കുമ്പോ ഇപ്പൊ കുളിക്കാനൊക്കെ എടുക്കുമ്പോ നല്ല ചൂട് വെള്ളമാണ് തന്നെ. വീട്ടിലെ കുട്ടികൾക്കൊക്കെ അത് ചിലപ്പോ ഒരു എന്തെങ്കിലും വല്ല സ്കിന്നിന്റെ അലർജിക്കൊക്കെ കാരണമാവും. കുട്ടികൾക്ക് മാത്രല്ല നമുക്ക്. അപ്പോ അത് ടാങ്ക് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ടുണ്ടെന്ന് കവർ ചെയ്യാൻ പോണം. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നിന്ന് വന്നേക്കണേ. അപ്പൊ നമുക്ക് ടാങ്ക് കാർഡ്ബോർഡ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കുറയോ, നമുക്ക് വെള്ളത്തിന് ചൂട് കുറയോ നമുക്ക് നോക്കിയാലോ. പോവാ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഞാന് അതിനു വേണ്ടിട്ട് എടുത്തേക്കണത് ഇങ്ങനത്തെ ഒരു കാർട്ടൂണാണ്. ഇത് ഈത്തപ്പഴത്തിന്റെ ബോക്സ് ആണ്. ഇതാണ് ഞാൻ എടുക്കാൻ പോണത്. കാർട്ടൂൺ ഇതാണ്. പിന്നെ ഡബിൾ സൈഡ് ടാപ്പ്, പിന്നെ ഒരു മാസ്കിൻ ടാപ്പ്. ഇതാണ് ഇതിന് ആവശ്യമുള്ള ഐറ്റംസ്. പിന്നെ ഒരു മെഷർമെന്റ് ടാപ്പ് എടുത്തിട്ടുണ്ട്, ഒരു നൈഫ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളെ ടാങ്ക് ഇതാണ്. ടാങ്ക് ബ്ലാക്ക് ടാങ്ക് ആയതുകൊണ്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിപ്പോഴത്തെ ചൂടിന്റെ പേരിൽ ഈ വെള്ളവും നല്ലോണം ചൂടാവുന്നുണ്ട്. അപ്പൊ നമ്മ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടാങ്കില് നമ്മളെ ബോക്സ്, ഈ ബോക്സ് ഞാൻ ഇതുപോലെ കാർട്ടൂൺ ആ ബോക്സ് അഴിച്ചതാണ്. ഇതുപോലെ നമ്മ വെച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കാൻ പോണം. ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഫുള്ള് ചുറ്റും ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ചൂട് കുറയോ എന്ന് നോക്കാം. വെള്ളത്തിന് ചൂട് കുറയോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ പരിപാടിയിൽ കിടന്നാലോ. എനിക്ക് ഇത് ഈ കാർട്ടൂൺ ഈ ഒരു അളവിൽ കിട്ടിയതിന്റെ പേരിൽ എനിക്ക് ഇനിയിപ്പോ കറക്റ്റ് മെഷർമെന്റ് എടുത്തൊന്നും കട്ട് ചെയ്യേണ്ട വരില്ലാന്ന് തോന്നുന്നു. അപ്പോ ദേനാ ഞാനിപ്പോ ഈ കാർട്ടൂൺ സൈറ്റാണ് ഈ ഒരു അളവില് കറക്റ്റ് അളവില് കിട്ടുന്നുണ്ട്. ഇവിടെ 2 ലോക്കൊക്കെ ഉണ്ട് ഈ ബോക്സിന്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് വിടിച്ചാ മതി. വേണ്ട, സിമ്പിളായിട്ട് ഡേറ്റ്സിന്റെ ബോക്സ് ആണ്. ഇതിന് നല്ല കനമുണ്ട് കേട്ടോ, നല്ല തിക്നെസ് ഉണ്ട്. കണ്ട, നല്ല തിക്നെസ് ഉണ്ട് ഈ ബോക്സിന്. കാർട്ടൂണിന് നല്ല തിക്നെസ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് നമ്മളെ ടെറസില് ചൂട് കുറക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഞാൻ കാർട്ടൂണിന്റെ ബോക്സ് ഇട്ടൊരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതാണ്. അപ്പൊ എല്ലാവരും പോയി കാണാം. എനിക്ക് നല്ല ചൂടിന് നല്ല വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം എൻ്റെ വീട്ടില് വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോ ആദ്യം നല്ല ചൂടായിരുന്നു ഈ റൂമിലേക്ക് കയറുമ്പോ, എൻ്റെ റൂമിലേക്ക് കയറുമ്പോ. അപ്പോ അതിന് നല്ല വ്യത്യാസം ഉണ്ടെന്ന് മറ്റുള്ളവർ വരുമ്പോ പറയുന്നുണ്ട്. അപ്പോ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഇടുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ പോയി കാണാം. നമുക്ക് ബോക്സ് ആയിട്ടുണ്ട്, ആവശ്യമുള്ള നമ്മളെ കാർട്ടൂൺസ് ആയിട്ടുണ്ട്. ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇവിടെ ഉണ്ട്, നമുക്കത് എടുക്കാം. അപ്പൊ ആദ്യം തന്നെ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡബിൾ സൈഡ് ടാപ്പ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഇതിന് കുറച്ച് ഗ്രൂസ് ഒക്കെ ഉണ്ട്. അതായത് ടാങ്കിനൊരു ചെറിയൊരു ഇതുപോലെ ഫ്ലാറ്റ് ആയിരിക്കില്ല. അപ്പോ ആദ്യം തന്നെ നമ്മ ഇതില് ഒട്ടിക്കേണ്ടത് ആ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ഇങ്ങനെ ഗ്രൂസിലായിരിക്കണം നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കേണ്ടത്. എന്നാലേ കാർട്ടൂണിലേക്ക് ഈ സാധനം പ്രസ് ആവുള്ളൂ. അതല്ല ഇതിന്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മ അകത്തേക്ക് പ്രസ് ചെയ്യേണ്ടി വരും. ചിലപ്പോ ഈ സാധനം ഒട്ടാനുള്ള ചാൻസ് ഇല്ല. അതേനാ ഞാന്
ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ബോക്സ് എടുക്കുമ്പോ ഇതുപോലെ ഒരു ബോക്സ് എടുത്ത് അതായത് ഡബിൾ സൈഡ് ടാപ്പിന്റെ പുറത്തുള്ള കവറിങ് ഇതുപോലെ വലിച്ചു കളയാം. ചില നേരത്തെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇങ്ങനെ നൈഫ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് പരിപാടി വെച്ച് പ്രസ് ചെയ്യുന്നു. നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മ ഫൈനൽ വർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ നമുക്ക് ബോക്സ് നേരത്തെ കണ്ട ബോക്സ് തികഞ്ഞില്ല. അപ്പൊ ഞാന് നമ്മളിവിടെ രുചി ഗോൾഡിന്റെ ഓയിലിന്റെ ഇത് വാങ്ങിക്കാറുണ്ട് നമ്മളുടെ യൂണിറ്റില് വറവിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ബോക്സ് ഞാൻ 2 എടുത്തിട്ടുണ്ട്. നമുക്ക് ടോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതുമെന്ന് കട്ട് ചെയ്യാം. മറ്റേ ഡേറ്റ്സിന്റെ ബോക്സ് കറക്റ്റ് അളവായിരുന്നു. ഇപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പീസ്, ഈ 2 പീസ് ഇടേണ്ടതുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അവിടെ ആ ഒരു ബോക്സ് തന്നെ തികഞ്ഞ്. ഇനി നമുക്ക് വേറെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന് നമുക്ക് ഇവിടെ മെഷർമെന്റ് എടുക്കാം. അതിനിപ്പോ ഇങ്ങനൊരു ഷേപ്പ് ആയതുകൊണ്ട് ഇപ്പോ 16 സെന്റർ 21 ബോട്ടം സൈഡ് 27, ഇവിടുന്ന് ഇങ്ങോട്ട് 23. ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്യാം. ഗൈസ്, ഫൈനലി നമ്മുടെ റാപ്പിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ടാങ്ക് ഫുള്ളായിട്ട് നമ്മുടെ കാർഡ്ബോർഡ് ഫുള്ള് റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരു ഉച്ചയോടുകൂടി പണി കഴിഞ്ഞ നമ്മളെ ശരിക്ക് വൈകിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ഉച്ച നേരത്തൊക്കെ നമ്മ വെള്ളം ഷവറിന്നൊക്കെ വീഴുമ്പോ നല്ല ചൂടായിരുന്നു. പക്ഷെ ഇന്ന് വെള്ളത്തിന്റെ ഒക്കെ നല്ല തണുപ്പുണ്ട്. വെള്ളം അധികം ഉണ്ടാ തണുത്തിട്ടില്ല, തീരെ തണുത്തിട്ടില്ല, അല്ല തീരെ ചൂടായിട്ടില്ല. അപ്പോ
ഈ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള പരിപാടി ഓക്കെയാണ്. അതെ, നമ്മളെ ടാങ്ക് ഇതാണ്, ഫുള്ള് റാപ്പ് ചെയ്ത ടാങ്ക്. ഇതേ ഗൈസ്, ഇത് റാപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫുള്ളായിട്ടുള്ള ഒരു മാസ്കിൻ ടേപ്പ് ആവശ്യം വന്നു. പിന്നെ ഇതുപോലെ ടോപ്പിൽ നമ്മൾ ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ മാത്രം ഇത്തിരി ഓവറായിട്ട് വന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നമ്മളെ ഇതുപോലെ ബോക്സ് അഴിച്ച് ഇതുപോലെ നേരെയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് റാപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, ഒട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അധികം പണിയൊന്നുമില്ല. വെള്ളം നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്, ചൂടൊക്കെ നല്ല കുറവുണ്ട്, നല്ല കൂളിംഗ് തന്നെയാണ്, വെള്ളത്തിന് നല്ല തണുപ്പ്. അപ്പോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ